എൻ്റെ പേര് ആദർശ്. വീട് തൃശ്ശൂർ ചാലക്കുടി. കറന്റ് +2 കഴിഞ്ഞു. ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇൻസ്റ്റ കണ്ട് ഇങ്ങനെ റീലായിട്ട് കുറെ ഡ്രീംസ് ഉണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. ഏതിലൂടെ അച്ചീവ് ചെയ്യണം എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇങ്ങനെ ഓരോന്ന് നോക്കും. ബിസിനസ് ചെയ്യണോ വേറെ എന്തെങ്കിലും ചെയ്യണോ നോക്കും. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോയിപ്പോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് നോക്കി. അപ്പൊ പിന്നെ നിറച്ചത് തന്നെ വന്നുകൊണ്ടിരുന്ന്. അങ്ങനെ പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കണ്ടും നോക്കി അറിഞ്ഞ് അങ്ങനെ $1,000,000 എത്തിക്കിട്ടു. ഇവിടെ ചേർന്നതിന് ശേഷം ട്രേഡിങ്ങിനെ പറ്റിയുള്ള റിയാലിറ്റിയാണ് ഫസ്റ്റ് വന്നത്. ഈ ഇൻസ്റ്റയിലും റീലിലും കാണുന്ന പോലെ അല്ല, ഫുള്ളി എന്നുവെച്ചാൽ നമ്മള് റിയാലിറ്റിക്ക് വന്നപ്പോ ഇത്തിരി കൂടിയും ടഫാണ്. പഠിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ പഠിച്ചെടുത്ത ഭയങ്കര സിമ്പിളാന്ന് മനസ്സിലായി. സ്വിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ ട്രേഡിങ് ലൈഫ് ടൈം ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ അത് പ്രൊഫഷണൽ ആയിട്ട് ഓൾ ടൈം ആയിട്ട് ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യുന്ന ജോബിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകണം. ആ ട്രേഡിങ് അതിന്റെ സൈഡിൽ കൂടെ ഓരോ നല്ല ഓരോ സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് പ്ലോട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണം. സ്വിങ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എനിക്ക് ജോബിന്റെ കൂടെ കൊണ്ടുപോകണ്ടേ. അപ്പൊ ഓൾ ടൈം ആയിട്ട് നമ്മൾ എപ്പോ നോക്കിയാലും ഇങ്ങനെ നോക്കിയിരിക്കണം. ഓപ്ഷൻ ബൈയിങ് സെല്ലിങ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യണം. ഇതാകുമ്പോ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ജോലിയുടെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ സൈഡായിട്ട് ഇരുന്ന് നോക്കിയിട്ട് കൊണ്ടുപോകാനാ. അതാകുമ്പോ കുറെ നാളത്തേക്ക് നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കും. നമുക്ക് കുറെ സംശയം ഉണ്ടാവും. നമ്മൾ കുറെ പൊട്ടത്തരം ചെയ്യും. പക്ഷെ ഒരു മെന്ററിന്റെ അടുത്ത് വന്നുമ്പോ നമ്മളെ സംശയങ്ങളൊക്കെ ക്ലിയർ ആവും. അതാണ് ഓഫ്ലൈൻ പഠിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഡൗട്ട്സും ഉണ്ടാവും. കുറെ കാര്യം ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴും ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴും കുറെ വ്യത്യാസം വരും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്റെ രീതിയിൽ. ഇമ്പോർട്ടന്റ് വെച്ചാൽ മണി മാനേജ്മെന്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ട്രാറ്റജി എപ്പോഴും 100% വർക്ക് ആവണമെന്നില്ല. പക്ഷെ മണി മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തൊന്നും വരരുത്. നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ച് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്കെല്ലാം കുളമായി പോണത്. ക്ലാസ്സസ് അടിപൊളിയാണ്, മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു രീതി വെച്ചിരിക്കും. ചിലവര് ശ്രദ്ധിച്ചിരിക്കില്ല, പക്ഷെ പെട്ടെന്ന് കിട്ടും. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴും ശ്രദ്ധിച്ചിരിക്കാണ്ട് ചെയ്യുമ്പോഴും വ്യത്യാസം എന്താണെന്ന് അറിയാം. ശ്രദ്ധിച്ചിരിക്കാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ തെറ്റുകൾ പറ്റും. പിന്നെ ചിലർക്ക് ചോദിക്കാൻ പേടിയുണ്ടാവും മെന്റേഴ്സിന്റെ അടുത്ത്. അങ്ങനെ പറ്റുമ്പോൾ നമ്മൾ വലിയ തെറ്റിലേക്ക് പോകും. പക്ഷെ ശ്രദ്ധിച്ചിരുന്ന് മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ച് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. മെന്റേഴ്സ് ഭയങ്കര ഫ്രീ ആണ്, അടിപൊളിയാണ് മൊത്തത്തില്.